അമ്മ ഇത് അവർ വരാനായി ഏട്ടാ. വരാനായോ? എന്നാ പിന്നെ ചായ ഉണ്ടാക്കട്ടെ. അപ്പം ഇതുവരെ ഉണ്ടാക്കിയില്ലേ? അതിന് നിന്റെ ഭാര്യ എന്തെങ്കിലും സഹായിച്ചാറുണ്ട്, എന്നല്ലേ ഉണ്ടാക്കി തീരാ? അതിനിപ്പം അവള് സഹായിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യണോ? നീയൊന്നും ചെയ്യേണ്ട തൽക്കാലം. ഹായ്, നല്ല വീടാണല്ലോ. അവര് വന്നത് അങ്ങോട്ടേക്ക് ചെല്ലേ. എന്നാൽ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. നിങ്ങൾ വന്നോ? വാ കയറി, ഇതാ എവിടെയൊക്കെ ഇരിക്കുക. ശരി, ഇരിക്കാം. ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്, അവരിപ്പം വരും. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ റെഡി. ശരിയാ, മിറ്റമൊക്കെ ചെറുതാന്ന് തോന്നുന്നല്ലേ? അതെ, ഭയങ്കര ചെറുത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ടല്ലേ. വാ, സംസാരിച്ച സമയം കണ്ട, നമുക്ക് വീടൊക്കെ വന്ന് കാണാം. വാ, ഉള്ളിലേക്ക് പോകാം. വാ, സമയം പോയത് അറിഞ്ഞില്ല. നമസ്കാരം. ഇതാരും വാ കേര്. നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരില്ലല്ലോ. വാ കേര്, ഇതെന്താ സമയം പോയത്? ഇങ്ങ് വാ കേര്. കേറാം. എടുക്കാനും നല്ല രസമല്ല. നമുക്കിന്ന് മേലെയൊക്കെ പോയിട്ട് വന്നാലോ? അല്ല, നമ്മളൊന്ന് മേലൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. നമ്മൾ ഇരുന്നല്ലേ. അതിനെന്താ, നോക്കിക്കോ. ഇതാരും ഞാൻ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയതായിരുന്നു. മോളെ, നീ വന്നോ? ഇതാ ഈ ചായ അങ്ങ് കൊണ്ട് കൊടുക്ക്. ഇതാ ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാമേ. ഇന്നെല്ലാവരും ചായയൊക്കെ കുടിക്കും. നമ്മൾ പുതിയ വീടൊക്കെ എടുക്കാൻ പോവാ കേട്ടോ. കുറേ വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്. അല്ല, ഏകദേശം എത്ര വിരുന്നുകാരാ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത്? ഏകദേശം 10 ആളെ വന്നിട്ടുള്ളൂ. അധികം ആളൊന്നും വന്നില്ല. ഇനി കുറേ ആളെ വിളിക്കാനുണ്ട്. ഇന്നും വിരുന്നുകാർ വരും. 10 കഴിഞ്ഞാൽ 11. ഇന്നും വരും. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. നിങ്ങൾ പോവുകയാണ്. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാൽ പോരായിരുന്നോ? നിങ്ങൾ വരുമ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി വെച്ചത്, അത് കഴിക്കാണ്ട് പോകണോ? നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിനായിരുന്നു. പക്ഷേ എന്തിനാ ഉണ്ടാക്കിയത്? നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നത്. കാരണം വിരുന്നുകാർ വരുന്നതുകൊണ്ട് ഫുഡ് കൊടുക്കണം വിരുന്നുകാരന്. എന്തിനാണ് വെറുതെ ഉണ്ടാക്കിയത്? എന്തായാലും ഫുഡ് ഉണ്ടാക്കിപ്പോയി. അന്നാസല്ല, നിങ്ങൾ പോയിക്കോട്ടോ. പിന്നെ ഒരു ദിവസം വാ.